അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രഗത്ഭനായ ഒരു കൗൺസിലറുടെ അരികിൽ ഒരു കേസ് വന്നു. കുടുംബവുമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു കുട്ടിയും ഭർത്താവും ഒക്കെയുള്ള ഒരു പെൺകുട്ടി, അവൾ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോവുകയും 2-3 ദിവസങ്ങൾക്ക് ശേഷം നിയമപരമായി തന്നെ ആ വിഷയം കുടുംബം കൈകാര്യം ചെയ്ത് അവളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ കൗൺസിലറുടെ അടുത്ത്, ഈ പ്രബോധകൻ്റെ അടുത്ത് ആ കുട്ടിയെ കൊണ്ടിരുത്തി അവൾ ചെയ്തതിൻ്റെ മതപരവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഒരു 20 മിനിറ്റ്, ഒരു 15 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നുകൂടായിരുന്നോ? ഇതൊന്നും എനിക്ക് നേരത്തെ മനസ്സിലായില്ലല്ലോ. എൻ്റെ കുടുംബജീവിതത്തിൽ ഉള്ള ചില അതൃപ്തികളും എൻ്റെ ഭർത്താവുമായുള്ള ചില പിണക്കങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിലെ ചില അപൂർണതകളുമാണ് ഒരു പ്രത്യേക നിമിഷത്തിൽ ഇത്തരമൊരു കാര്യത്തിന് ഞാൻ കാരണക്കാരിയായത്. ഇപ്പോൾ എല്ലാം തകർന്നു, ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്ത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു അടിസ്ഥാനമുണ്ട്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നമ്മുടെ മക്കൾ, വിശേഷിച്ച് പെൺകുട്ടികൾ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും തുല്യമാണ്. ഞാനിപ്പോൾ പറയുന്നത് പെൺകുട്ടികളെ കുറിച്ചാണ്. അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നല്ല കുടുംബാന്തരീക്ഷങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളടുത്ത് തന്നെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന്. യഥാർത്ഥത്തിലൊരു തേർഡ് പാരൻറ്റ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും അല്ലാത്ത ഒരു മൂന്നാമത്തെ രക്ഷിതാവ്. അതിവിടുത്തെ ഫിലിമുകൾ, ഇവിടുത്തെ മീഡിയകൾ, പത്രങ്ങൾ, അവരുടെ ഫ്രണ്ട്സ്, ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ സ്വതന്ത്രമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നു എന്ന് പറയുന്ന ചില അധ്യാപകർ ഒക്കെ പ്രണയം എന്ന പേരിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവിഹിത ബന്ധങ്ങളെയും അവിഹിത വീഴ്ചകളെയും അത് സാംസ്കാരികവൽക്കരിക്കുകയും അങ്ങനെ ഒളിച്ചോടി ഒരു ജീവിതം നയിക്കുന്നതിന് ത്രില്ലുള്ള ഒരു സംഭവമായി അവതരിപ്പിക്കുകയും ഒരുപാട് കെടുതികൾക്ക് ശേഷം അവസാനം മോചനം ലഭിച്ചു എന്ന ഒരു വല്ലാത്ത ക്ലൈമാക്സുകൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവരുടെ മനസ്സിനെ വളരെ തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ കുട്ടി ചോദിച്ച ചോദ്യമുണ്ടല്ലോ. എന്താ ചോദ്യം? നിങ്ങൾക്ക് എനിക്കിതൊന്ന് പറഞ്ഞു തന്നുകൂടായിരുന്നോ എന്ന ചോദ്യം. വിവാഹത്തിന് മുൻപ് നമ്മുടെ പെൺകുട്ടികളെ ഒരുമിച്ചിരുത്തുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസുകൾ കൃത്യമായി നൽകുകയും വേണം. അവർ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും, അവർ വലിയ സമ്മേളനങ്ങൾക്ക് പോയിട്ടുണ്ടാകും, അവർ എല്ലാ ആഴ്ചയിലും ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ടാകും. അവിടെ നിന്നൊന്നും കിട്ടാത്ത ചിലത് അവർക്ക് കൊടുക്കാനുണ്ട്. ഈ ഒരു പോയിന്റിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് വിവാഹം എന്താണ്, അതെന്തിനാണ്, ലൈംഗിക ജീവിതം എന്താണ്, അതെങ്ങനെയാണ്, ഒരു വൈവാഹിക ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം, ഒരു ഇണ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആൾ ആരാകണം, എങ്ങനെയാകണം തുടങ്ങി നിരവധി മേഖലകളിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധവൽക്കരണങ്ങൾ ആവശ്യമുണ്ട്. എൻ്റെ ഭർത്താവ് ആരാകണം, എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ലെങ്കിൽ ഒരു വാചകം കൂടി എനിക്ക് ചേർത്ത് വെക്കാൻ പറ്റും. പീസ് റേഡിയോയിലേക്ക് ഒരു കുറിപ്പ് കിട്ടി. കുറിപ്പ് വായിച്ച് ആ കുടുംബത്തെ ഫോളോ ചെയ്തപ്പോൾ വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം ഒരു കുട്ടി അവൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. കരഞ്ഞാർത്ത് വിളിച്ചു വന്നു. കാര്യം ചോദിച്ചപ്പോൾ അവർ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അയാളൊരു ആണല്ല, എനിക്ക് അയാളെ വേണ്ട. ഉമ്മ കുട്ടിയെ ആശ്വസിപ്പിച്ചു. ഉമ്മാൻ്റെ മനസ്സ് മുഴുവൻ നിലവിളിയായിരുന്നു. പക്ഷേ എല്ലാം നിയന്ത്രിച്ച്, സാരല്ല മോളെ, ഉമ്മാൻ്റെ കുട്ടി ഇനി അങ്ങോട്ട് പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാൽ ഒരു 3 ദിവസം കൊണ്ട് ബെഡ്റൂമിൽ ഒരു ഭർത്താവ് കൊടുക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ, പിന്നെ എന്താണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നത് എന്ന ഒരു
ആശങ്കയിലാണ് അവർ നമ്മളെ ബന്ധപ്പെടുന്നത്. കുട്ടിയുമായി സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞ വാചകം അയാൾക്ക് കട്ടിമീശയില്ല, അയാൾ ബൈക്കിൽ ചെത്തി നടക്കൂല, അയാളൊരു സിനിമക്ക് വരൂല എന്നൊക്കെയാണ്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഭർത്താക്കന്മാരെക്കുറിച്ച് ഇവിടുത്തെ മീഡിയ കൊടുക്കുന്ന, ഇവിടുത്തെ ഫിലിംസ് കൊടുക്കുന്ന വളരെ തെറ്റായ കാഴ്ചപ്പാടുകളുണ്ട്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഇവിടെ പ്രീ മാരിറ്റൽ വർക്ക്ഷോപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഓർഗനൈസ് ചെയ്യപ്പെടുന്നു. അതിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സാധിക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് തീർച്ചയായും വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ ഈ ഏപ്രിൽ 27 രാവിലെ 9 മണി മുതൽ 28 വൈകുന്നേരം 4 മണി വരെ പുളിക്കൽ വെച്ച് ലീ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഒരു പ്രീ മാരിറ്റൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുട്ടിയെയും നിങ്ങളതിൽ പങ്കെടുപ്പിക്കുക. +2 കഴിഞ്ഞ കുട്ടികളെ നമുക്കതിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കും. വിവാഹിതരല്ലാത്തവരെയാണ് പങ്കെടുപ്പിക്കേണ്ടത്. അത് ഒരു ചെറിയ ഫീസൊക്കെ വെച്ച് നടത്തുന്ന ഒരു സംരംഭമാണ്. ബാധ്യതകളും ചെലവുകളും മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി. ഒരിക്കലും ഒരു ബിസിനസ് പർപ്പസ് അല്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുട്ടിക്ക് കൊടുത്താൽ ആ കാഴ്ചപ്പാടിനനുസരിച്ച് അവർ പോകും. അവരെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിർത്തി അവർക്ക് തെറ്റായ ഒരുപാട് ധാരണകൾ ക്യാമ്പസിൽ നിന്നും അവരുടെ കാഴ്ചകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ സാധിക്കും. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയാൽ മവദ്ദ എന്ന പേരിൽ ഒരു വിൻഡോ കാണാം. ആ വിൻഡോ വഴി നിങ്ങളുടെ ഫോൺ നമ്പറെല്ലാം അയക്കുക. നിങ്ങളെ തിരിച്ചു വിളിക്കും. ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു തിരിച്ചറിവ് നിങ്ങൾ നൽകുക. ഒരു 50ൻ്റെയും 100ൻ്റെയും ഇടയിലുള്ള എണ്ണായിരിക്കും നമ്മൾ കുട്ടികളെ എടുക്കുന്നത്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അടുത്തൊരു ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയുള്ള ഇത്തരം കോഴ്സുകൾക്ക് കുട്ടികളെ രജിസ്റ്റർ ചെയ്യേണ്ട മുഴുവൻ ആളുകൾക്കും ഇതെത്തിക്കുകയും അതോടൊപ്പം നിങ്ങളുടേതായൊരു ഇനിഷ്യേഷൻ എടുത്ത് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഇതിൻ്റെ വിശദാംശങ്ങൾ, വിളിക്കേണ്ട ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.